കഴിഞ്ഞ വർഷം ഇടയ്ക്കിടെ പെയ്ത കനത്ത മഴ മുതൽ ഇപ്പോഴത്തെ ചൂട് വരെ പൈനാപ്പിളിന്റെ ഉത്പാദനത്തെ സാരമായി ബാധിച്ചു. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ചൂട് കൂടിയാൽ സ്ഥിതി രൂക്ഷമാകും. കടുത്ത ചൂടിലും മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിലും ചെടികൾ വാടുകയാണ്. മഴ എന്ന് പെയ്യുമെന്ന് ഉറപ്പില്ലാത്തതിനാൽ വെള്ളത്തിനും തണലിനും മറ്റു മാർഗങ്ങളെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. ഓലമടൽ കൊണ്ട് പന്തൽ പോലെ മറച്ചാണ് മുമ്പ് ഇതിനൊക്കെ തണൽ ഒരുക്കിയിരുന്നത്. ചെടികൾക്ക് മുകളിൽ പച്ച നിറത്തിലുള്ള വല വിരിക്കുന്നതാണ് ഇപ്പോൾ കൂടുതലായി ആശ്രയിക്കുന്ന രീതി. അതുപോലെ തന്നെ വെള്ളം കിട്ടാത്തത് അത് മറികടക്കാനായി ചില കർഷകർ പ്രത്യേകം കുളം നിർമ്മിക്കുന്നു. പക്ഷെ വെള്ളം ആവശ്യത്തിന് അതിലും കിട്ടുന്നില്ല. ഓരോ സീസണിലും വളത്തിന്റെ വിലയിൽ വർധന ഉണ്ടാകുന്നു. പൊട്ടാഷ്, ഫാക്ടംഫോസ്, യൂറിയ, മസൂരി, മഗ്നീഷ്യം എന്നിവയാണ് കൂടുതലും പൈനാപ്പിൾ കൃഷിക്ക് ഉപയോഗിക്കുന്ന വളം. വളങ്ങളുടെ വില വർധനവും അതിന്റെ ലഭ്യത കുറവും ഉൽപാദനത്തെ ബാധിച്ചിട്ടുണ്ട്. യൂറിയയുടെ ലഭ്യത കുറവാണ് കർഷകരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഈ മേഖലയിൽ തൊഴിലാളി ക്ഷാമവും നേരിടുന്നു.